ഇന്ത്യൻ പെന്തക്കോസ്ത് ചരിത്രത്തിൽ 5 തലമുറകളുടെ ആരാധന രീതി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വ്യക്തികളുമായി സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദർശികമെന്ന് കരുതി സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഏത് ശരി ഏത് തെറ്റെന്നതിലുപരി ആരാധന രീതിയിൽ വന്ന മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ലോകമെമ്പാടും പോയി എൻ്റെ സാക്ഷികളാകുകയും എന്ന വാക്യം ഉൾക്കൊണ്ട് വിദേശ മിഷനറിമാർ ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ സുവിശേഷമായി എത്തുകയും രോഗശാന്തി, ഭൂതശാന്തി അങ്ങനെ കൃപാവരങ്ങളുടെ അത്ഭുതങ്ങളിലൂടെ നമ്മുടെ പിതാക്കന്മാർ ആകൃഷ്ടരായി. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണം യേശുവിൻ പാദം നോക്കി എന്ന് പറഞ്ഞു ഒറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ടും ഒറ്റപ്പെട്ടും ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നു. അങ്ങനെ തന്നെ മാതാപിതാക്കന്മാരാലും സഭാവിശ്വാസികളാലും ദൈവദാസന്മാരാലും ഉപദേശം ലഭിച്ച അടുത്ത തലമുറ നാട്ടുകാരും വീട്ടുകാരും ഒറ്റപ്പെടുത്തിയപ്പോഴും ദൈവത്തിലുള്ള പ്രത്യാശ മുറുകെ പിടിച്ച് സ്വർഗീയനാഥനെ ആരാധിക്കുവാൻ കടന്നു വരുന്നു. ആ കാലഘട്ടത്തിലെ ആരാധനയിലേക്ക് ഇതാ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അവർ തങ്ങളുടെ കഷ്ടതകളിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ നിലവിളി കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. മാതാപിതാക്കന്മാരുടെ ഒറ്റപ്പെടലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അവസ്ഥ കണ്ട് ദൈവം മനസ്സറിഞ്ഞ് അടുത്ത തലമുറയെ ദൈവം അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ഓലമേഞ്ഞ ഇടുങ്ങിയ പുരയിൽ നിന്നും വിശാലമായ സുന്ദരമായ ഭവനങ്ങൾ, വിദ്യാഭ്യാസം, വിദേശത്ത് ജോലി, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട തലമുറ ദൈവിക ഉപദേശങ്ങളിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടു. അങ്ങനെ ഒരു കാലത്തെ ആരാധനയിലേക്ക് നമുക്കൊന്ന് പോകാം. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നട്ടിക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധജനമാക്കിടുക. എന്റെ നന്മയ്ക്കായവൻ സമൃദ്ധി
അങ്ങനെ ഒന്നുമില്ലായ്മയിൽ ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹങ്ങൾ കൂമ്പാരമായി ലഭിച്ച് ദൈവസ്നേഹം ദൈവസഭയിലും കുടുംബങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മൊബൈലും ടിവിയും ഇന്റർനെറ്റും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അനുവദിച്ച കോവിഡ് എന്ന മഹാമാരി എന്ന അനർത്ഥം അല്ലെങ്കിൽ ബാധ ജനതകളിൽ നിന്ന് ജനതകളിലേക്ക് വ്യാപിച്ചു. അങ്ങനെ വീട്ടിലിരുന്ന് ആരാധിക്കുവാൻ പഠിപ്പിച്ച കോവിഡ്, ക്വാറന്റൈൻ, ഐസൊലേഷൻ എന്ന വാക്കുകൾ പഠിപ്പിച്ച കോവിഡ് തുടങ്ങി പറഞ്ഞാലും തീരാത്ത മാറ്റങ്ങൾ നമുക്കിടയിലേക്ക് കൊണ്ടുവന്ന കോവിഡ് കാലത്തെ ഓൺലൈൻ വർഷിപ്പിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. ഇവിടെ 3 കുടുംബങ്ങളുടെ ആരാധനയുടെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിക്കുന്നു. സൂം മീറ്റിംഗ് തുടങ്ങാറായിരുന്നു. എവിടെ പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല. സുനിയുടെ സൂം മീറ്റിംഗ് ഇപ്പോൾ തുടങ്ങും. ഫോണിൽ ബിസിയാ. ലാപ്ടോപ്പ് എടുത്തോണ്ടല്ലോ വേഗം കൊണ്ടുപോകാം. ഇപ്പോൾ തുടങ്ങും സൂം മീറ്റിംഗ്. നിങ്ങൾ ജോലി ചെയ്യട്ടോ, എനിക്ക് ചിലപ്പോൾ ജോലിക്ക് കൊണ്ടിരിക്കും. നമുക്ക് ഇന്നത്തെ ഈ സഭായോഗത്തിന് വേണ്ടി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. എല്ലാവരും ഹല്ലേലൂയ ഒരു ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരും മുഖം കാണാനില്ലല്ലോ. ഹല്ലേലൂയ. ആരെയും മൈക്കൊക്കെ ക്യാമറ ഒക്കെ ഓൺ ചെയ്തേ. ബ്രദർ ബ്ലെസൻ. ഹലോ. ഈ പാസ്റ്റർ എന്തിന്റെ സൂക്കേടാണ്? സൂം മീറ്റിംഗ് വീഡിയോ ഓഫ് ചെയ്താലും ക്യാമറ ഓൺ ചെയ്യണം. ബ്രദറെ കേൾക്കാം. സോറി പാസ്റ്റർ, ഞാൻ ജോലിയിൽ ഇവിടെ നിൽക്കാൻ തന്നെ നേരമില്ല. അജിത് ബ്രദർ എപ്പോഴും പ്രാർത്ഥിക്കണം, പുള്ളിയോടെ ഇത് പ്രാർത്ഥിപ്പിക്കും. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇങ്ങനെയൊക്കെ പോയാൽ മതി ബ്രദറെ. ഹല്ലേലൂയ. ബ്രദർ അജിത് ലൈനിലുണ്ടോ അതോ ഇത് പേര് മാത്രമേ ഉള്ളൂ? ഹലോ കേക്കാവോ? എനിക്ക് കേൾക്കാം. കേക്കാവോ? എനിക്ക് കേൾക്കാം. കേൾക്കാം ബ്രദർ, കേൾക്കാം. ആ പാസ്റ്റർ കേക്കാവോ? ഷർട്ട് ഇട്ടിട്ടില്ല എന്തുവാ? ഹലോ ആ ക്യാമറ ഓഫ് ചെയ്യ്. പാസ്റ്റർ പുള്ളിക്ക് സമയം കൊടുക്കുക, പുള്ളി ബിസി ആയിരിക്കും. ബ്രദറെ മീറ്റിംഗിൽ ഇരിക്കുന്നത് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കണ്ടേ? നമ്മുടെ ചർച്ചിന്റെ അവസ്ഥ ഇങ്ങനെ പോയാൽ എന്തു ആവും ബ്രദറെ? ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. പാസ്റ്റർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. കർത്താവിങ്ങനെ വന്ന് വിളിച്ചാൽ രണ്ടാം പുരവിൽ എന്തുമായിരിക്കും? ഷർട്ടും മാറ്റെടുത്തോ ഫോട്ടോ വരുമല്ലോ. പാസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. Hallelujah, hallelujah, hallelujah. Our Father in heaven, we thank you for this time. We thank you for the wonderful worship that we had. Thank you, Lord. Thank you for everything, Lord Father. Father, we thank you for the blessed Zoom meeting we had, Lord Father. Whatever the pastor preached, Lord Father, we bless it. Thank you, Jesus. Thank you, Jesus. Help us to receive those words, Lord Father. Thank you, Lord. Thank you, Lord.
Father, we thank you, Lord Father. Father, we thank you. Hallelujah. Father, we pray for Renju brother, Lord Father. Father, he's not feeling well. He's sick, Lord Father. We pray for Renju brother. Heal him completely, Master. Right now, Lord Father. We send the word. We send the word right now. Thank you, Jesus. In Jesus' name I pray. Amen. ആരുടെ കൊച്ചുകാരനെ നിർത്തിയത്? സൂരജിന് വേണ്ടിയായിരുന്നു പ്രാർത്ഥിക്കേണ്ടത്. പാസ്റ്റർ സൂരജ് എന്നായിരുന്നു പറഞ്ഞു. I'm sorry, രണ്ടുപേരും ചാപ്പൻ്റെ ബ്രദേഴ്സ്. പ്രാർത്ഥന മതി. കർത്താവിൻ്റെ വരവ്, മാനസാന്തരം ഇവയൊക്കെ പ്രസംഗ വിഷയമായിരുന്ന കാലം മാറി. പ്രോസ്പെറിറ്റി എന്ന വിഷയത്തിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു പുതിയ തലമുറ. അത്ഭുത രോഗശാന്തി, ഭൂതശാന്തി എന്നിവ സുവിശേഷ കച്ചവടങ്ങളായി മാറി. വചനത്തെ വളച്ചൊടിച്ച് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് അടുത്ത തലമുറ എത്തിക്കഴിഞ്ഞു. വേഷത്തിലും ഭാവത്തിലും സംസാരത്തിലും ഇവർ ദൈവമക്കളല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ എന്ന് ലോകമനുഷ്യർ പറഞ്ഞ കാലമുണ്ടായിരുന്നു. ഇന്നത് മാറി. ദൈവസന്നിധിയിൽ എന്തും ആകാം എന്ന നിലയിലേക്ക് പുതിയ തലമുറ മാറിക്കഴിഞ്ഞു. ന്യൂജൻ വർഷിപ്പ് എന്ന് പറയുന്ന ഓമന പേരുള്ള ആ ആരാധനയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. പ്രത്യേക അറിയിപ്പ്, ദയവായി ഇത് ആരും അനുകരിക്കരുത്. നാം ഇതുവരെ 5 വിധത്തിലുള്ള ആരാധനയുടെ ദൃശ്യാവിഷ്കാരം കൊണ്ടുവന്നു. ഈ കൃപായുഗത്തിൽ നമ്മൾ എങ്ങനെയാകണമെന്നും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ എന്നും ആഹ്വാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മാതൃക ആരാധന. Everybody,
Amen. ഞങ്ങൾ ഇതുവരെ പ്രോത്സാഹിപ്പിച്ച എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. Thank you.